ഹായ് ഫ്രണ്ട്സ്, പ്ലാൻവോൾ.pyയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പ്ലാൻസ് ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, ഫ്രീ ആയിട്ട് അതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ആദ്യം ഒരു ഓഫറിൻ്റെ കാര്യം പറയാം. അതായത് നമ്മുടെ പ്ലാൻസ് ഇപ്പോൾ ഏകദേശം 1.5 കൊല്ലം കഴിഞ്ഞു. പ്ലാൻസ് നമ്മൾ വളർത്താൻ തുടങ്ങിയിട്ട് ഏകദേശം ഈ ഒരു വലിപ്പമുള്ള പൂവിട്ട് തുടങ്ങുന്ന സൈസിലുള്ള പ്ലാൻസ്, അതിൻ്റെയാണ് ഓഫർ. സീഡ്ലിങ്സോ ചെറിയ പ്ലാന്റ്സോ അതിൻ്റെ ഒന്നുമല്ല. ഏകദേശം 1 മാസത്തിന് ഉള്ളിൽ നിങ്ങൾക്ക് ഫ്ലവർ കിട്ടുന്ന ടൈപ്പ് പ്ലാന്റ്സാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പോകുന്നത്. ഓക്കെ, അല്ല നിങ്ങൾക്ക് ഓഫറായിട്ട് തരാൻ പോകുന്നു. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പ്ലാന്റ് കണ്ടോ? ഈ ഒരു പ്ലാന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മൊട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നൊരു മൊട്ട് ഇൻഡ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും മൊട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ചെറിയൊരു കുനിപ്പ് കാണാൻ പറ്റും. അതെല്ലാം മൊട്ടായിട്ട് വരുന്ന ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് കണ്ടില്ലേ? ഏകദേശം 1 അടിയോളം പൊക്കമുള്ള മെച്യൂരിറ്റി, നല്ല രീതിയിൽ മെച്യൂരിറ്റി എത്തിയ പ്ലാന്റ്സാണ് നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ തരാൻ പോകുന്നത്. ഓക്കെ, ഓഫർ എന്താണെന്നല്ലേ, അതിനു മുമ്പ് നമ്മുടെ കയ്യിൽ ഏകദേശം 60 വെറൈറ്റീസാണ് ഇത്രയും പ്ലാന്റ് കാണുന്നത്. 60 വെറൈറ്റീസാണ് ടോട്ടൽ നമ്മുടെ കയ്യിലുള്ളത്. അതിൻ്റെ കാറ്റലോഗ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റലോഗ് ഇട്ട് തരാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട്, ഈ ഒരു യെല്ലോ ഷെയ്ഡിലുള്ള പ്ലാന്റ് ഉണ്ട്. ഇത് യെല്ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തോങ്ചായ് ഗോൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പിന്നെ ഇത് സ്ട്രൈപ്പ് വെറൈറ്റി, റെഡിൻ്റെ ഡോർഫ് വെറൈറ്റി, പിന്നെ ഇത് കണ്ടോ ഈ ഒരു കാണുന്ന ഒലീവ് ഗ്രീൻ എന്ന് പറഞ്ഞ വെറൈറ്റി, പിന്നെ മിക്കി മൗസ് എന്ന് പറഞ്ഞിട്ടൊരു മിക്കി മൗസ് സ്ട്രൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഉണ്ട്, സോണിയ ഉണ്ട്, വൈറ്റ് കോമറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് വൈറ്റിൽ. പിന്നെ ഇത് തന്നെ സ്ട്രൈപ്പ്, ഇത് ബ്ലാക്ക് ഓർക്കിഡ് എന്ന് പറഞ്ഞ വെറൈറ്റി. ബ്ലാക്ക് ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറായിരിക്കില്ല, ഇത് ഡാർക്ക് പർപ്പിൾ കളറാണ്. അപ്പോൾ അതിനെ പറയുന്നത് ബ്ലാക്ക് ഓർക്കിഡ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഡാർക്ക് പർപ്പിൾ കളറുള്ള അതിൻ്റെ ഫ്ലവറിങ് സ്റ്റേജിൽ എത്തിയ പ്ലാന്റ്സ്, അതായത് 1 മാസത്തിനുള്ളിൽ പൂവ് ഇടും, അങ്ങനത്തെ സ്റ്റേജിലുള്ള പ്ലാന്റ്സ്. ഓക്കെ, ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചില്ലേ ആ ടൈപ്പ് പ്ലാന്റ്സ്, നല്ല പ്രോപ്പർ റൂട്ടിംഗ് ഒക്കെ ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ്. ഓക്കെ, അതിൻ്റെ 10 പ്ലാന്റ് നിങ്ങൾക്ക് വെറും 2000 രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 60 വെറൈറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഏകദേശം ഫ്ലവറിങ് എത്തിക്കഴിഞ്ഞാൽ, പൂക്കളായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 300 രൂപ തൊട്ട്, അതായത് ഈ ഒരു മെച്യൂരിറ്റിയുള്ള പ്ലാന്റ്, ഫസ്റ്റ് ഫ്ലവർ അല്ല ഞാൻ പറയുന്നത്, എന്നാൽ അതായത് ഫസ്റ്റ് സീഡ്ലിങ്ങിന് ഒരു ടൈപ്പ് ഒരു ചെറിയൊരു ഫ്ലവർ ഉണ്ടാവും. ആ ഒരു ഫ്ലവറുള്ള ചില ആൾക്കാർ 200, 150 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ആ ഒരു രീതിയല്ല ഞാൻ പറഞ്ഞത്. ഇത്രയും ഒരു 2 കൊല്ലത്തോളം വളർത്തിയ, 1.5 കൊല്ലം 2 കൊല്ലത്തിന് ഇടയിൽ വളർത്തിയ പ്ലാന്റ്സ്, അതായത് മെച്യൂരിറ്റി ആയ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഫ്ലവറിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഫ്ലവറിങ് പ്ലാന്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങളൊരു 300 രൂപ തൊട്ട് 400 രൂപ വരെ കൊടുക്കേണ്ടതായിട്ടുണ്ട് നഴ്സറികളിൽ. സോ എന്തിനാ വെറുതെ ഞാൻ പറയുന്നത്, അതിൻ്റെ ആവശ്യമില്ല. 1 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മേടിക്കുന്ന പ്ലാന്റിൽ തന്നെ ഫ്ലവറിങ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാറ്റലോഗ് ചോദിക്കുക, ഞങ്ങളുടെ പ്ലാന്റ്സ് സ്വന്തമാക്കുക. ഓക്കെ, ഇഷ്ടമുള്ള 10 വെറൈറ്റി, അതിൻ്റെ അകത്ത് 10 കളേഴ്സായിട്ട് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. സെയിം വെറൈറ്റി 10 എടുക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിങ് ഉണ്ടാവാനുള്ള വിധം ഞാൻ നേരത്തെയുള്ള വീഡിയോസിൽ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിലൊരിക്കൽ 19 കൊടുക്കുക. പിന്നെ ആഴ്ചയിൽ അടുത്ത ആഴ്ച 0050 കൊടുക്കുക. അതിൻ്റെ അടുത്ത ആഴ്ച ലിക്വിഡ് DAP, നാനോ DAP ഉണ്ട്. ആ നാനോ DAP, ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ആഴ്ചയിൽ ഒരു വളം കൊടുത്താൽ മതി. നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫ്ലവറിങ് കിട്ടുന്നതായിരിക്കും ഈ ഒരു സെയിം പ്ലാന്റിൽ കേട്ടോ. ഓക്കെ, പിന്നെ ഫ്രീ ആയിട്ട് പ്ലാന്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്നറിയാവോ? അതെന്ന് പറഞ്ഞാൽ നമ്മൾ 4000 സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ട് കുറച്ച് നാളായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ ഒരു ഇതിനാണ് നമ്മൾ ഓഫർ, ആ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് ഗിവ് അവേ ആയിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നമ്മുടെ ഈ കാണുന്ന വീഡിയോ, ഈ ഓർക്കിഡിൻ്റെ വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സിന് ഒക്കെ സ്റ്റാറ്റസ് ആയിട്ട് ഇടുക. അങ്ങനെ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടതിൻ്റെ സ്റ്റാറ്റസ്
ആയിട്ടിടുന്ന ഒരാൾക്ക് ഒരാളുടെ നമുക്ക് സ്റ്റാറ്റസ് നിങ്ങൾ ഇടുക, എന്നിട്ട് മാക്സിമം വ്യൂസ് ആയി കഴിയുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയക്കാം. ഓക്കെ, നിങ്ങളുടെ പേരും അഡ്രസ്സും അയച്ചു തരിക. അങ്ങനെ നമ്മളെല്ലാം സ്റ്റാറ്റസ് ആയിട്ട് എടുക്കുന്ന ആളുടെ സ്റ്റാറ്റസ് വിന്നർ ഒരാൾ. ഓക്കെ, പിന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുമ്പോൾ താഴെ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. അത് മാക്സിമം ഷെയർസ് വരുന്ന ഫേസ്ബുക്കിൽ നിന്ന് ഒരാൾ. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റുകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഒരാൾ, ബെസ്റ്റ് കമൻറ്റിന് ഒരെണ്ണം. പിന്നെ മൊത്തത്തിൽ എല്ലാത്തിലും കൂടെ സെലക്ട് ചെയ്യും. അതായത് ഫേസ്ബുക്ക്, വാട്സാപ്പ്, പിന്നെ ഇതായിട്ടുള്ളത് പിന്നെ അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ബയോ ആയിട്ട് ഇടാനോ അങ്ങനെ ഷെയർ ആയിട്ട് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു 4ാമത്തെ ആളെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട്, അതായത് ഈ 3 ഇതിൻ്റെ അകത്ത് ഫേസ്ബുക്ക്, വാട്സാപ്പ്, യൂട്യൂബിലെ കമൻറ്റ്, ഈ 3 ആൾക്കാരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ലോട്ടും കൂടി ഇടും. അങ്ങനെ ആ ലോട്ടിൽ ഉള്ള 4ാമത്തെ ഒരാൾ. ഓക്കെ, അത് റിപ്പീറ്റാണ്, ഒരാളുടെ പേര് തന്നെ റിപ്പീറ്റാണ് വരുന്നത്, നമ്മളൊന്നുകൂടി എടുക്കുക കേട്ടോ. അത് റിപ്പീറ്റായിട്ട് ഒരാൾക്കാരെ 2 പ്ലാന്റ് കിട്ടാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ഫ്രീ പ്ലാന്റ് കിട്ടാനായിട്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട, നിങ്ങൾ പൈസ മുടക്കണ്ട, നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് പോലും ഇല്ലാതെ നമ്മളത് പ്ലാന്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ കെയറിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, വളത്തിൻ്റെ കേസൊക്കെ പറഞ്ഞു. മഴക്കത്തുള്ള രോഗം എന്ന് പറയുന്നത് ചീച്ചിൽ രോഗമാണ്. അതായത് ചീച്ചിൽ രോഗം മറികടക്കാനായിട്ട് നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടിൽറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗിസൈഡ് കിട്ടും. അത് പ്ലസ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറഞ്ഞിട്ടൊരു പൊടി കിട്ടും. അത് 1:1 മിക്സ് ചെയ്യുക. അതായത് 1 ml 1 gram എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ 15 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. മഴ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് ഒച്ചിൻ്റെ ശല്യമാണ്. അതായത് ഇതിൻ്റെ പഴകിയ ഇലകൾ പിന്നെ അങ്ങനെയുള്ള സാധനത്തിലേക്ക് ഈ ഒച്ചിൻ്റെ ശല്യം കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സ്നെയിൽ കില്ല് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഏകദേശം റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1270 രൂപയാണ്. 1270 രൂപയാണ് ഈ 1 കിലോ പാക്കറ്റിന് വരുന്നത്. ഇത് നിങ്ങൾക്ക് പൈസ മുടക്കി മേടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സ്നെയിൽ കില്ല് ഈ രീതിയിലല്ല, ഇത് നല്ല വിഷമാണ്, ബ്ലൂ ട്രയാങ്കിളിൽ പെട്ട സാധനമാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എങ്ങനെ സ്നെയിൽ കില്ല് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ആ ഒരു വീഡിയോയും കൂടി വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടോളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.